ശ്രീ ഷാനിബോക്കെ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തന പാരമ്പര്യമുണ്ട്. പക്ഷേ കാലഘട്ടം മാറുകയാണ്. കാലഘട്ടത്തിനനുസരിച്ച് പാർട്ടികൾ സ്വയം പുതുക്കണമല്ലോ. ആ കാലഘട്ടത്തിൽ പുതിയ നേതാക്കളുണ്ടാകും, പുതിയ തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന, പുതിയ തരത്തിൽ ജനങ്ങളോട് കണക്ട് ചെയ്യാൻ കഴിയുന്ന നേതാക്കൾ ഉണ്ടാവും. അവർക്ക് ആ നിലയ്ക്കുള്ള ആക്സെപ്റ്റൻസ് പാർട്ടി പ്രവർത്തകരുടെ ഇടയിലും ഉണ്ടാകും. ശരിയാണ്, ഒരുപാട് വർഷം 18 20 വർഷം പാർട്ടിക്ക് വേണ്ടി നിരന്തരമായി പണിയെടുത്തിട്ടുണ്ടാവും. അർദ്ധ പട്ടിണി കിടന്ന ദിവസങ്ങളുണ്ടാകും, തല്ല് കൊണ്ട് ആശുപത്രിയിൽ കിടന്നിട്ടുള്ള കാലയളവുണ്ടാവും. അതൊന്നും ആരും റദ്ദാക്കി കളയുന്നില്ല. പക്ഷേ ജനങ്ങൾ തെരഞ്ഞെടുക്കേണ്ട ഒരു സിസ്റ്റമാണ് ജനാധിപത്യം എന്നിരിക്കെ ജനങ്ങളിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന നേതാക്കളെ എമർജ് ചെയ്യുക എന്ന സ്വാഭാവികതയെ ഈ പറഞ്ഞ 18 20 വർഷം തല്ലുകൊണ്ട് അല്ലെങ്കിൽ വെള്ളം കോരിയ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ രാഷ്ട്രീയത്തിൽ എന്താണ് വഴി? അത് റദ്ദാക്കി കളയുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അത്രയും കാലം പ്രവർത്തിച്ച ആളുകളെ അവരുടെ പ്രവർത്തനത്തെ പൂർണ്ണമായും റദ്ദാക്കി കളഞ്ഞ് വളരെ പെട്ടെന്ന് ഇത്തരം ചാനൽ ചർച്ചയിലും മറ്റും വരുന്ന ആളുകൾക്ക് ഇത്തരം അവസരം കൊടുക്കുന്നു എന്നുള്ള നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ പ്രശ്നം എന്താ? ചാനൽ ചർച്ചയിൽ വരുന്നതും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുന്നതും ഈ കാലത്ത് ആവശ്യമല്ല എന്നാണ്. ഈ ചാനൽ ചർച്ചയിൽ വരാൻ അവസരം കൊടുക്കേണ്ടത് ആരാണ്? ഈ പാർട്ടിയിൽ ഏക ഒരു വ്യക്തി മാത്രമാണോ? അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ ചാനൽ ചർച്ചയിൽ വരുന്ന ആളുകൾ സിസ്റ്റം? അതെ, അത് 2 കൊല്ലം. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ഈ പാനൽ ഉണ്ടാക്കുന്ന തീരുമാനം ഉണ്ടായത്. അതിനു മുമ്പ് ചാനൽ ചർച്ചയിൽ പല ആളുകളും അവരവരുടെ കപ്പാസിറ്റി വെച്ച് പല ആളുകളും പങ്കെടുത്തിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് ഒരുപാട് ചെറുപ്പക്കാർ, നല്ല ചെറുപ്പക്കാർ, യൂത്ത് കോൺഗ്രസിലും KSUവിലുമുള്ള ചെറുപ്പക്കാർ അവരുടെ കപ്പാസിറ്റി വെച്ച് ഓരോരുത്തരും ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ഒരു പാനൽ ഉണ്ടാക്കുന്നത്. ആ പാനൽ ഉണ്ടാക്കുന്നത് ആരാണ്? ഈ പറയുന്ന കോക്കസ് ആണ്. ആ പാനലിലേക്ക് കടക്കാൻ ഈ പറയുന്ന ചെറുപ്പക്കാർക്ക് സാധിക്കുന്നില്ല. ഇതെല്ലാം ഈ പാർട്ടിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്, അല്ലാതെ വെറുതെ ഒരു ആരോപണമായിട്ട് പറയുന്നതല്ല. എല്ലാ ജില്ലയിലും നല്ല ചെറുപ്പക്കാർ ഇത്തരം കാര്യങ്ങൾ പറയാനും പഠിച്ചു പറയാനും പ്രസംഗിക്കാനും ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാനും ഒക്കെ കഴിവും അതിനുള്ള ശേഷിയുമുള്ള ചെറുപ്പക്കാർ ഉണ്ടാകുമ്പോൾ അവരെ മാറ്റി നിർത്തി ഒരു പാനൽ ഉണ്ടാക്കുന്നത് ആരാണ്? ഈ പാനൽ ഉണ്ടാക്കുന്നത് ഈ കോക്കസ് ആണ്. ആ കോക്കസിന്റെ ഇഷ്ടക്കാർക്ക് മാത്രമേ അതിൽ പങ്കെടുക്കാൻ കഴിയൂ. ആ രീതിയിൽ അങ്ങനെ ഓരോ ഘട്ടത്തിലും ഈ നേതാക്കന്മാർ പുതിയ ചെറുപ്പക്കാർ കടന്നു വരുമ്പോഴൊക്കെ ഇവരുടെ ഇടപെടൽ ഉണ്ടാകുന്നു എന്ന കാര്യമാണ് പറഞ്ഞത്. ഈ ഓരോ ജില്ലയിലും അല്ലെങ്കിൽ ഓരോ പ്രദേശത്തും കൊള്ളാവുന്ന നേതാക്കളെയൊക്കെ ഒഴിവാക്കണമെന്ന് എന്തിനാണ് ഇപ്പോൾ VD സതീശന്റെ വിഭാഗത്തിന് താല്പര്യം? അങ്ങനെ ആരെങ്കിലും വിചാരിക്കും? VD സതീശൻ ഇപ്പോൾ കേരളത്തിലെ പാർലമെന്ററി പാർട്ടിയെ നയിക്കുന്ന, കോൺഗ്രസിനെ നയിക്കുന്ന നേതാവല്ലേ? പാർട്ടിയിലെ കൊള്ളാവുന്ന ആളുകളെയൊക്കെ ഒഴിവാക്കണമെന്ന് അദ്ദേഹം ചിന്തിക്കുമെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുക? ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, എനിക്ക് അടുത്ത ചർച്ചയിൽ പോകാനുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ പാലക്കാട് മുൻ MLA പറഞ്ഞു, ഒരു പ്ലാവിലെ പോലും മറിച്ചിടാത്ത, തെരഞ്ഞെടുപ്പിൽ ഒരു പ്ലാവിലെ പോലും മറിച്ചിടാത്ത ആളുകളാണ് ഇപ്പൊ വന്ന് വർത്തമാനം പറയുന്നത് എന്നാണ്. ഇപ്പൊ ചാണ്ടി ഉമ്മൻ ആകെ 2 3 ദിവസമാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ വന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം വരാതിരുന്നത്? അദ്ദേഹത്തിന് ഒരു ചുമതലയും നൽകിയില്ല. താങ്കൾ ചോദിച്ചു, അദ്ദേഹം MLA അല്ലേ, അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും വരാം. അങ്ങനെ ഒരു MLAക്ക് വന്നിട്ട് ചാണ്ടി ഉമ്മൻ വന്ന് കോട്ടയത്ത് നിന്ന് ഒരു വണ്ടി എടുത്ത് വന്നിട്ട് ഇവിടെ വീട് കയറി വോട്ട് ചോദിക്കുകയാണ് ചെയ്യുക. അദ്ദേഹത്തെ ഒരു പരിപാടിയിൽ ക്ഷണിക്കണ്ടേ? അദ്ദേഹത്തിന് ഒരു ചുമതല കൊടുക്കണ്ടേ? ഇന്ന ദിവസം വരണമെന്ന് പറയണ്ടേ? പരിപാടി ചാർട്ട് ചെയ്യണ്ടേ? സാധാരണ ഒരു പ്രവർത്തകർ, പാലക്കാട്ട് പ്രവർത്തകർ വരുന്നത് പോലെ തന്നെ ചാണ്ടി ഉമ്മൻ അവിടെ വന്ന് താമസിച്ച് വോട്ട് ചോദിക്കണമെന്നാണോ? നിങ്ങൾ അത് അറിയാതെയാണോ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്? അതുപോലെ തന്നെയാണ് ഞങ്ങളൊക്കെയും. ഞങ്ങൾക്ക് അവിടെ വന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ തരണം, ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് പ്രവർത്തിക്കണമെന്ന് പറയണം. അപ്പൊ ഇവർക്ക് താല്പര്യമില്ലാത്ത ആളുകൾക്ക് ചുമതലകൾ നൽകാതിരിക്കുക, എന്നിട്ട് അവർ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയാം, അവർ ആക്റ്റീവ് അല്ല എന്ന് പറയാം. ഇതാണ് ഈ പാർട്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ ശ്രീകുമാരേട്ടനും ജയസാഹിലും പറഞ്ഞ ഒരു കാര്യത്തിനോട് മറുപടി പറയാം. എന്നോട് തിരിച്ചു വരണം, എന്നെ മുൻ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിലാണ് ഇതിൽ എഴുതി കാണിക്കുന്നതെന്ന് പറയുന്നു. ഞാൻ DYFI പ്രവർത്തകനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്തെത്തി DYFIയുടെ മെമ്പർഷിപ്പ് എടുത്ത ഒരു സാധാരണ DYFI പ്രവർത്തകനാണ്. ഇനി മുതൽ അങ്ങോട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. സ്നേഹത്തിന്റെ കട എന്നൊക്കെ വിളിക്കപ്പെടുന്ന ആ കട പുലിവാൽ കല്യാണത്തിൽ സലീംകുമാർ പറഞ്ഞ പോലെ അതൊരു പടക്കക്കടയാണ്. അത് ഏതാനും ദിവസങ്ങൾക്കകം പൊട്ടിത്തെറിക്കാൻ പോകുന്ന, അത് സ്നേഹത്തിന്റെ കടയല്ല, അത് പടക്കക്കടയാണ്. അത് ഹവ എന്ന് പറയുന്ന പോലെ പൊട്ടിത്തെറിക്കാൻ പോകുന്ന ഒരു കട മാത്രമാണ്. അതിലേക്ക് തിരിച്ചു വരാൻ ജീവഭയമുള്ള ആരും അതിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കില്ല. എന്നാലും ഇത്തരം കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ ജയസാഹിൽ ഇപ്പൊ തയ്യാറായതുപോലെ നിരവധി നേതാക്കന്മാർ തയ്യാറാകണം. ആ പാർട്ടി ശുദ്ധീകരിക്കപ്പെടണം. കോൺഗ്രസ് പോലെ ഒരു സെക്യുലർ പാർട്ടി ഈ രാജ്യത്ത് നിലനിൽക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്ന ഒരു ഇടതുപക്ഷ പ്രവർത്തകനാണ്, ഒരു DYFI പ്രവർത്തകനാണ് ഞാൻ എന്ന് വളരെ സ്നേഹത്തോടെ അവർ ഓർമ്മിപ്പിക്കുകയാണ്.